ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വ്ളോഗായിട്ടാണ്. ഡേ ഇൻ മൈ ലൈഫ് എന്ന ഒരു ചെറിയൊരു വ്ളോഗ് കേട്ടോ. ഇതിൽ ഞാൻ അന്നുണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ അതിന് വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ചട്ടിനി ചമ്മന്തി, അതുപോലെ എൻ്റെ ലഞ്ച് പ്രിപ്പറേഷനൊക്കെയാണ് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ വ്ളോഗ് എടുക്കുന്ന ദിവസം ഉമ്മ വീട്ടിലില്ല, ഞാനും 2 കുട്ടികളും മാത്രമേ ഉള്ളൂ. അപ്പോൾ അന്നത്തെ ഒരു ദിവസമാണ് ഞാൻ കാണിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ തീരുമാനിച്ചെടുത്ത വ്ളോഗൊന്നല്ല കേട്ടോ. ആ ഒരു ദിവസം എനിക്ക് പെട്ടെന്ന് തോന്നി, ഇപ്പോൾ ഇമ്മല്ലാത്ത ദിവസം എങ്ങനെയൊക്കെ എൻ്റെ ഒരു ദിവസം, കാരണം ചെറിയ മോളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഉമ്മ ഉണ്ടാകുന്ന ടൈമിൽ അല്ലെങ്കിൽ ഉമ്മ എടുക്കും, അല്ലെങ്കിൽ ഞാനെടുക്കും, അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ദിവസം പോകൽ. അപ്പോൾ ഇനി അവൾ എങ്ങനെ ഉമ്മ അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഒന്ന് നോക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ വ്ളോഗ് എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ അന്ന് രാവിലെ ഞാൻ ഇത് വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനിച്ചത് കേട്ടോ. മാത്രമല്ല അന്ന് വലിയ മോൾക്ക് ക്ലാസ്സും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ നേരം വൈകിട്ടാണ് കിച്ചണിലൊക്കെ എത്തിയത്. ഒന്നുമല്ല, എനിക്ക് നേരത്തെ എണീക്കായിട്ടൊന്നല്ല, എണീച്ചിരുന്നു. ഇനി ഈ മാസം ലാസ്റ്റിൽ എക്സാം ഉണ്ട് എനിക്ക്, അപ്പോൾ അതൊന്ന് കുറച്ച് നോക്കാമെന്നൊക്കെ വിചാരിച്ചു. മോർണിങ്ങിനാകുമ്പോൾ ഒരു ഫ്രഷ് അല്ലേ, അപ്പോൾ ആ സമയത്ത് കുറച്ച് എക്സാമിലൊക്കെ ഒന്ന് വായിച്ചാന്നൊക്കെ വിചാരിച്ചു, അരമണിക്കൂർ. അപ്പോൾ അത് വിചാരിച്ചിട്ട് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. എന്നിട്ടൊക്കെയാണ് ഞാൻ കിച്ചണിലോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ കിച്ചണിലോട്ട് വന്നിട്ട് ഞാൻ എന്നും ചെയ്യണ പോലെ തന്നെ ഞാൻ ചൂടുവെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ വലിയ മോളോട് പാല് കൊണ്ടുവരാൻ പറയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പാലും കുപ്പി ഒന്ന് കഴുകിയിട്ട് അവളെ കയ്യിൽ കൊടുത്തിട്ട്, അവൾ തന്നെ ഇവിടെ അടുത്ത് തന്നെ വീട്ടിലാണ്, അപ്പോൾ അവളെന്നെ തനിയെ കൊണ്ടുവരും. അങ്ങനെ അവൾ പാലിന് പോയിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റിനാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ദോശമാവ് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പതഞ്ഞൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് പതച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇത് ദോശ വീട്ടിലൊന്നും ചൂടാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്, ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്ന്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ മോളെ പോയി ഉണർന്നിട്ടുണ്ട്. അപ്പോൾ അവളിതാ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് റൂമിൽ, എന്നെയും തിരഞ്ഞുകൊണ്ട് വരികയാണ്. അപ്പോൾ ആ മാവ് ഞാൻ പിന്നെ അവിടെ വെച്ചു. ഇനി അവൾക്ക് ചായ കൊടുത്തിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടാണ്. അപ്പോൾ അവൾക്ക് രാവിലെ എണീച്ചിട്ട് ആറാറുട്ടിൻ്റെ ബിസ്ക്കറ്റും കുറച്ച് ചൂടുവെള്ളം കൊടുക്കലുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചൂടുവെള്ളം അടുപ്പത്ത് വെച്ച് അതിന്ന് ചൂടാറ്റുകയും വേണം. എന്നിട്ടാണ് അവൾക്ക് അതിൽ മുക്കിയിട്ട് ആറാറുട്ടിൻ്റെ ബിസ്ക്കറ്റ് ഇങ്ങനെ കൊടുക്കും. അപ്പോൾ കുറച്ച് നേരത്തിനൊക്കെ ഒരു ആശ്വാസം കിട്ടും. അപ്പോൾ കുറച്ച് നേരം അവൾ കളിച്ചൊക്കെ നടക്കും. അവിടെ ചായ കൂടി കഴിഞ്ഞിട്ട് അവൾ കുറച്ച് നേരം കളിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ ചായക്കുള്ള കടി തയ്യാറാക്കാൻ വേണ്ടി ഇവിടെ ഇനി നമുക്ക് കുറച്ച് ചെറിയൊരു വലിയ ഉള്ളി, പിന്നെ അതുപോലെ ചെറിയൊരു ഉരുളൻകിഴങ്ങ്, ചെറിയൊരു കഷ്ണം ക്യാരറ്റ്, പിന്നെ മല്ലിച്ചപ്പ്, അതുപോലെ നമുക്ക് കറിവേപ്പില എന്നൊക്കെ ആവശ്യമുണ്ട്. ഇതൊക്കെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നമ്മൾ ചീനച്ചട്ടിയിൽ ഇട്ടുകൊണ്ട് നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കണ മാതിരി ഉണ്ടാക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇത് ഇങ്ങനെ റെസിപ്പി യൂട്യൂബിലൊക്കെ വന്നിട്ടുണ്ട്. ബാക്കിയുള്ള ദോശമാവ് ഉപയോഗിച്ചിട്ട് നമുക്ക് അടിപൊളി ഈവനിങ് സ്നാക്കൊക്കെ തയ്യാറാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഞാനും ബാക്കിയുള്ള ദോശമാവ് ഉപയോഗിച്ചിട്ടൊന്നുമല്ല, ഞാൻ ഇതിനായിട്ട് വേണ്ടി ദോശമാവ് ഉണ്ടാക്കിയതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു റെസിപ്പി. അപ്പോൾ ഇതിന് പേരെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഏതായാലും ഈ റെസിപ്പി ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് പിന്നെ ഒരു ചട്ടിനി ചമ്മന്തി അങ്ങനെ അതും ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതും ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ. അപ്പം അതും നോക്കുക. നമുക്ക് ഈ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള ഈ പച്ചക്കറികളൊക്കെ നമ്മുടെ ഈ ദോശമാവിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അവിടെ വെക്കാം. ഇനി അതിലേക്കുള്ളൊരു ചട്ടിനി, അതൊരു ചമ്മന്തി തയ്യാറാക്കണം. അതിന് വേണ്ടി തേങ്ങ ചിരവി എടുക്കുകയാണ്. ഇനി തേങ്ങ ചിരവിയിട്ട് ഇനി ഈ ഒരു പാത്രത്തിൽ തന്നെ ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ചെറിയൊരു തേങ്ങ, പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് കറിവേപ്പിലയാണ്, പിന്നെ ഒരു 5 ഉണക്കമുളക്, ചെറിയ ഇഞ്ചി കഷ്ണം, ചെറിയ ഉള്ളി 1-2 കഷ്ണം കേട്ടോ. ഈ സമയം നമ്മുടെ ചൂടുവെള്ളമൊക്കെ തിളച്ചിട്ട് ഞാൻ പിന്നെ അത് മാറ്റി വെച്ചിട്ട് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ആ ചട്ടി ചൂടാക്കുന്നതിന് മുന്നേ അതുവരെ നമുക്ക്
അപ്പോഴേക്കും നമുക്ക് ഈ ചട്ടിനി ഒന്ന് തയ്യാറാക്കിയെടുക്കുക. ഒരു ചട്നി എന്താ ചമ്മന്തി അങ്ങനെയൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഈ ചട്ടി ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം ഒരു 1/2 ടീസ്പൂണ് കടുകും ചേർത്തുകാണ്ട് പൊട്ടിച്ചെടുത്തിട്ട് നമ്മളെ ഈ തേങ്ങ അതുപോലെ ഉണക്കമുളക് നമ്മളെ കറിവേപ്പില ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇത് വറുത്തെടുക്കുക ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വറന്ന് വന്നിട്ട് നമ്മൾ ഇഞ്ചി കഷ്ണവും നമ്മുടെ ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇത് വറുത്തെടുക്കുക. ലാസ്റ്റാണ് നമുക്ക് മല്ലിച്ചപ്പ് ചേർക്കേണ്ടത്. ഇത് വറവൊക്കെ കഴിഞ്ഞിട്ട് ഇനി കളറിന് വേണ്ടി ഇത് ഓപ്ഷണലാണ്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കട്ടോ. വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മളിതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ മല്ലിച്ചപ്പും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് ചൂടാറുന്ന വരെ വെയിറ്റ് ചെയ്യാം. ആ സമയം നമുക്കിതാ നമ്മുടെ ഇത് ചൂടാനുള്ള എണ്ണയൊക്കെ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ മാവുന്ന ഓരോ താവി എടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊരു വശം വന്നിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് 2 വശവും ഒന്ന് വേവിച്ചെടുക്കുക. നല്ല വേവൊന്നുമില്ല, എന്നാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത അങ്ങനെ ഒരു രീതിയിലാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് നമുക്ക് ഇനി കറി ഇല്ലെങ്കിലും ഈ ഒരു ചട്നി ചമ്മന്തി ഒന്നും ഇല്ലെങ്കിലും നമുക്കിത് കഴിക്കാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് പറ്റാൻ ട്രൈ ചെയ്ത് നോക്കട്ടോ. ഈ ഒരു ചട്നി ഈ ഒരു ചമ്മന്തി പിന്നെ ഈ ഒരു സംഭവം നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റാണ്. അതേസമയം നമുക്ക് നമ്മുടെ ഈ ഒരു ചമ്മന്തി കൂടി ഇതിൽ അരച്ചെടുക്കാം കേട്ടോ. കാരണം ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മൾ ചമ്മന്തി കൂടി അരച്ചെടുക്കുക. അതിനു വേണ്ടി ഞാൻ വെള്ളമൊന്നും ചേർക്കാതെ നമ്മളെല്ലാ ചേരുവകളും ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും അതുപോലെ ആവശ്യത്തിലുള്ള ഉപ്പും ചേർത്തിട്ട് വീണ്ടും ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഈ ലൂസ് വേണമെന്നുള്ളവർക്ക് ഇതിലേക്ക് വെള്ളവും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. അതേസമയം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ആ അടുപ്പത്ത് ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചായ കുടിച്ചാണ്. ഇതാ അപ്പം അതുപോലെ ഈ ചമ്മന്തിയും കൂട്ടി കുടിക്കുകയാണ്. മോൾക്ക് ഞാൻ അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. അവൾ ടി വിൻ്റെ മുമ്പിൽ നിന്നാണ് കുടിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ചായക്കുടി കഴിഞ്ഞിട്ട് ഞാൻ മോളെ ഒന്ന് ഉറക്കി. അവൾക്ക് നേരത്തെ എണീച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തോന്നുന്നു. അപ്പോൾ അവൾ ശീലക്കേട് കാണിച്ചപ്പോൾ ഞാൻ ആട്ടി തൊട്ടിലിട്ട് അപ്പോൾ പെട്ടെന്ന് ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തൊന്നും ഉറങ്ങാറില്ല. ഇപ്പോൾ അവണെങ്കിൽ പെട്ടെന്ന് എണീക്കും ചെയ്യും. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഈ പാത്രമൊക്കെ ഒന്ന് കൈകട്ടെന്ന് വിചാരിച്ചു. ഇപ്പോൾ കഴുകാണ്. അങ്ങനെ പാത്രം കൈകളൊക്കെ ഒരു വിധം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടേക്ക് ഒന്ന് ക്ലീൻ ആക്കിയിടണം. ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കണുള്ളൂ, ഡീപ്പായിട്ടില്ല. കാരണം ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് ഇവിടുന്ന് വൈപ്പർ ഉപയോഗിച്ച് വടിച്ചിട്ടുള്ളൂ. ഇനി ചോറ് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഡീപ്പായിട്ട് ക്ലീൻ ആക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇനി ഈ വെള്ളം ഒന്ന് ഞാൻ വൈപ്പറൊക്കെ ഉപയോഗിച്ചൊന്ന് വടിച്ചെടുക്കണുള്ളൂ, ജസ്റ്റ് ഒന്ന്. ശേഷം അപ്പോഴേക്കും ഞാൻ ഇവനെ ചൂലെടുത്ത് അകത്ത് പോയപ്പോൾ ഇതാ മോളിവിടെ ഉണർന്ന് കിടക്കുകയാണ്. തൊട്ടിയിലൊക്കെ അവൾ എണീക്കണുണ്ട്. അപ്പോൾ അവൾ ഉറക്കാൻ പറഞ്ഞില്ല. 5 മിനിറ്റ് 5-10 മിനിറ്റ് ഉണ്ടാവുള്ളൂ ആണെങ്കിൽ ഉറങ്ങിയിട്ടുണ്ടാവുക. അവളിപ്പോൾ തൊട്ടിയിൽ കളിച്ചെടുക്കുകയാണ്. അവളെടുത്തിട്ട് ഞാൻ പിന്നെ വലിയ മോളെ എടുത്ത് ആക്കിങ്ങാണ്ട് അകടിച്ച് വരാൻ വന്നതാണ്. കാരണം അവൾ കളിച്ച് നടക്കുമ്പോഴേ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പിന്നെ അവളെ എടുത്ത് നടക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവൾ കളിച്ച് നടക്കണുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചാൽ അതാണ് കഴിയുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അടിച്ചു വാരിടുകയാണ്. പിന്നെ ഈ കാണാൻ എനിക്ക് അസാരുണ്ടല്ലോ, അതവിടെ ചെരിഞ്ഞ് വീണൊന്നല്ല കേട്ടോ. അത് മോള് കോണിമേക്ക് കയറിയിട്ട് ഞാൻ അവിടെ വെച്ചതാണ് ഒരു തടവിന് വേണ്ടിയിട്ട്. അങ്ങനെ അടിച്ചു വാരലൊക്കെ ഒരുവിധം കഴിഞ്ഞു. പിന്നെ കിച്ചണിലോട്ട് എത്തിയപ്പോൾ നമ്മളെ ചോറ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി ഊറ്റട്ടെന്ന് വിചാരിച്ച് അങ്ങനെ ചോറൂറ്റലും കഴിഞ്ഞു. അങ്ങനെ ചോറ് ഞാൻ അടച്ച് വെച്ചിട്ട് പോന്നിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ഞാൻ ഇവിടെ അലക്കാനുള്ളതൊക്കെ ഒന്ന് സോപ്പും പൊടിയിൽ ഇട്ട് വെക്കണം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഈ ഒരു ബക്കറ്റിലാണ് ഞാൻ സോപ്പും പൊടി ചേർത്തിട്ട് ഈ ഒരു വെള്ളത്തിൽ ഞങ്ങളത് അലക്കാനുള്ളതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. എന്നിട്ട് പിന്നെ ഞാൻ അലക്കണ എൻ്റെ എല്ലാ ജോലികളും കഴിഞ്ഞിട്ടാണ് അലക്കാൻ വരൽ. അതായത് പിന്നെ അപ്പത്തിനൊക്കെ ചളിയൊക്കെ ഒന്ന് അളകിക്കോളും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഈ നേരത്തെ തന്നെ ഇടുകയാണ്.
സാധാരണ എന്നും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യൽ. ഇനി മോളെ കുളിപ്പിക്കണം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഈ ഒരു ബക്കറ്റിൽ കണ്ടില്ലേ വെള്ളം എടുത്തിട്ട് രാവിലെ വെച്ചതാണ് വെയിലത്ത്. അപ്പോൾ അതിൽ മുഞ്ഞൻ്റെ ഇല അതുകൂടി ചേർത്തിട്ടുണ്ട്. അത് ചേർത്തിട്ട് അങ്ങനെ കുളിപ്പിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ജലദോഷവും കഫക്കെട്ട് അങ്ങനെയൊന്നും വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ അടുത്തുള്ള ചേച്ചി പറഞ്ഞതാണ്. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെയാണ് മോളെ കുളിപ്പിക്കൽ. ഇപ്പോൾ കുളിപ്പിക്കൽ കഴിഞ്ഞു. ഇപ്പോൾ അവൾക്ക് തിന്നാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ അവിടെ ഒരു കുറുക്കൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ചൂടാറിയിട്ട് വേണം ഈ ഒരു ബോട്ടിലാക്കിയിട്ട് അവൾക്ക് ഞാൻ കൊടുക്കലാണ്. ഇപ്പോൾ ഒരു സമയം ഒരു 10:30 ആയിട്ടുണ്ട്. ഈ സമയമാണ് ശരിക്കും അവളെ ഞാൻ ഉറക്കൽ, ഫുഡൊക്കെ കൊടുത്തിട്ട് ഉറക്കൽ. പക്ഷേ ഇന്ന് നേരത്തെ ഉറങ്ങിയോണ്ട് അതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അവളെ കുറേ നേരം ഞാൻ തൊട്ടിലിട്ട് ആട്ടി. പക്ഷെ അവൾ ഉറങ്ങിയതൊന്നുമില്ല. പിന്നെ ഞാൻ ഒരുപാട് ടൈം അങ്ങനെ തന്നെ പോയിട്ടോ. പിന്നെ അവളെ പിന്നെ വലിയ മോളെ അടുത്താക്കിയിട്ട് ഇത് അവിടേക്കൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ പാത്രം മോറിൽ നമ്മളെ അടുപ്പ് എല്ലാം വീതനൊക്കെ ഞാൻ നന്നായിട്ട് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ എപ്പോഴൊന്നും ഇന്നൊരു ജോലി ചെയ്യണില്ല. ഇനിയിപ്പോൾ നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉണ്ട്. ഏതായാലും ഞാൻ ഇപ്പോഴല്ല, ഇനി മോളൊന്ന് ഉറക്കി നോക്കണം. പക്ഷെ അതിന് മുന്നായിട്ട് ഞാനിവിടെ രാവിലത്തെ ബാക്കിയുള്ള ചായയും കടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തിന്നിട്ട് വലിയ മോൾക്കും കൊടുക്കണം. കാരണം ഞങ്ങൾ ഈ സമയത്ത് കഞ്ഞിയൊക്കെ കുടിക്കലുണ്ട്. അപ്പോൾ ഒരുപാട് ടൈം 12 മണിയൊക്കെ ആയിക്കണം കേട്ടോ. പക്ഷേ ജോലികളൊന്നും കഴിയായിട്ടാണ്. ടൈം ഒരുപാടൊക്കെ ആയിട്ടുണ്ട്. ചെറിയ മോളിങ്ങനെ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ സമയം കൊണ്ടൊക്കെ എൻ്റെ ജോലിയൊക്കെ കഴിയലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ചായ ഇങ്ങനെ കുടിക്കാൻ വേണ്ടി ഓരോന്ന് എടുക്കുകയാണ്. ചായ കുടിച്ചതിന് ശേഷം ഞാൻ പിന്നെ മോളെ ഉറക്കി കിട്ടും. അപ്പോൾ ഓൾ ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ആ സമയം ഒന്ന് അതൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ അടിച്ചു വായിട്ടതാണല്ലോ. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് തുടച്ചെടുക്കട്ടെ. അങ്ങനെ തുടയൊക്കെ കഴിഞ്ഞു. അതിന് ശേഷം ഞാൻ പിന്നെ അലക്കാനൊക്കെ പോയിട്ടോ. ഞങ്ങൾ പുറത്താണ് അലക്കലൊക്കെ. അപ്പോൾ അലക്കി കഴിഞ്ഞു. അതുപോലെ എൻ്റെ കുളിയും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ടൈം ഒരു 1:45 ആയിട്ടുണ്ട്. കുളിയും പിന്നെ നിസ്കാരം ളുഹറൊക്കെ നിസ്കരിച്ചു എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വീണ്ടും കിച്ചണിലേക്ക് തന്നെ പോകണം. കാരണം നമ്മൾ ചോറ് മാത്രമല്ലേ ഉണ്ടാക്കിയിട്ടുള്ളൂ, കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അപ്പോൾ വീണ്ടും ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഈ തക്കാളി ഉപയോഗിച്ചിട്ട് താളിച്ചാന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഇന്നലത്തെ ബീഫുണ്ട്. അപ്പോൾ അത് മതി, ഞാനും മോള് മാത്രമേ ഉള്ളൂല്ലോ. അപ്പോൾ ഞങ്ങൾക്കതുണ്ടാവും. ഇനി രാത്രിയൊക്കെ വേറെ എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ കുറച്ച് ബീഫും പൂളില്ലേ, പലവകയും പൂളിയൊക്കെ വെച്ചത് അതുണ്ട്. പിന്നെ അതും ചൂടാക്കി എടുക്കാമെന്നൊക്കെ വിചാരിച്ച്. അങ്ങനെ ഇന്നത്തെ ലഞ്ചിന് ഇതൊക്കെയാണ് ഇന്ന് കൂട്ടാനൊക്കെ ഉണ്ടായിരുന്നത്. നമ്മുടെ കറി ഇവിടെ ആയിട്ടുണ്ട്. ആ ഒരു അടുപ്പത്ത് തന്നെയാണ് പിന്നെ ഞാൻ നമ്മളെ കപ്പി പലവകയും വെച്ചതൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ജസ്റ്റ് അതൊന്നും തൂമിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ചെറിയ ഉള്ളി ഉപയോഗിച്ചിട്ടൊന്ന് തൂമിച്ചെടുക്കുകയാണ്. തൂമിച്ചെടുക്കുകയാണെങ്കിൽ പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ പിന്നെ അതുകൂടി ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ഈ കപ്പിയും പലവക്കി വെച്ചത് അത് ഫ്രിഡ്ജിലായിരുന്നു. അപ്പോൾ നന്നായിട്ട് കട്ട പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഉടച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്, ചൂടുവെള്ളം ചേർത്തിട്ടുണ്ട്. അത് പെട്ടെന്ന് ഉടയണമൊന്നുമില്ല. പിന്നെ എനിക്കും മോൾക്കുള്ള ചോറൊക്കെ വിളമ്പി വെച്ചു. ഇനി ഞങ്ങൾക്ക് ബീഫ് അതുപോലെ ഞങ്ങൾ ഓരോ ഇതിലേക്ക് ചേർക്കുകയാണ്. ഓരോ കൂട്ടാനും ബീഫും താളിപ്പും പിന്നെ ഇറച്ചിയും പുളിയെല്ലാം ഉള്ളൂല്ലോ. അപ്പോൾ എനിക്കും മോൾക്കൊക്കെ കുറച്ച് ചോറ് വിളമ്പിട്ടുള്ളൂ. മോള് പിന്നെ അത്ര തന്നെ കഴിക്കുള്ളൂ. എനിക്ക് കുറച്ച് വിളമ്പിട്ടുള്ളൂ കേട്ടോ. കാരണം മറ്റേ കപ്പിയും ബീഫൊക്കെ ഉള്ളത് അതും കഴിക്കണമല്ലോ. അപ്പോൾ രണ്ടും പാടെ എനിക്ക് കഴിയൂല. അപ്പോൾ എനിക്ക് കുറച്ചേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ആ ചമ്മന്തി എടുത്തിട്ടുണ്ട് രാവിലത്തെ. ശേഷം ഞാൻ ഇനി ഞങ്ങൾ ഹാളിൽ പോയിട്ടാണ് കേട്ടോ ഇത് കഴിക്കണത്. ഹാളിൽ ഞങ്ങൾ ടി വി കണ്ടുകൊണ്ട് കഴിച്ചാന്ന് വിചാരിച്ചു. ഒന്നുമല്ല, ചിലപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഭക്ഷണമൊക്കെ കഴിക്കൽ. പിന്നെ ഇന്ന് മോളുണ്ട്. പിന്നെ ഇന്ന് ടി വി ഒക്കെ ഇട്ടപ്പോൾ പിന്നെ അതിൻ്റെ മുന്നിലേക്കാണ്ട് പോയി. അങ്ങനെ അങ്ങനത്തെ ലഞ്ച് കഴിഞ്ഞു. പിന്നെ പാത്രങ്ങളൊക്കെ ക്ലീനാക്കി. ഉച്ചക്കുള്ള പാത്രങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തു. അപ്പോൾ ഇതുവരെയുള്ളൂ ഞാൻ എൻ്റെ വ്ളോഗ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രവരെയുള്ളൂ മെയിനായിട്ടുള്ള ജോലികളൊക്കെ. പിന്നെ എടുത്തിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്കും ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക്സ്.